പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം ഇതാണ് അതീവ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇന്നലെ ചെയ്തതാണ്, ഇന്നിപ്പോ ഇവിടെ കുഴിയായി. അതോടൊപ്പം തന്നെ ഇവിടെ വാരിന്റെ കഷ്ണവും എടുത്ത് നമുക്കറിയാം ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇന്നലെ നമ്മൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് അത് കോരിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരു മരണക്കിണറായിക്കൊണ്ട് ഈ NH മാറിക്കൊണ്ടിരിക്കുകയാണ്. മരണക്കിണർ, നമ്മൾ മരണക്കിണർ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ ആത്യന്തികമായിട്ട് മരണക്കിണറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇത് ജീവന്റെ ഭീഷണി, ജീവൻ വെച്ചിട്ട് NH അധികൃതർ പന്താടുകയാണ്. ഈ നിമിഷം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, NH അധികൃതർ ഇവിടെ ജീവൻ വെച്ചിട്ട് പന്താടുന്ന അവസ്ഥയാണുള്ളത്. സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് അതികഠിനമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്നലെ 4 ബൈക്കുകാർ ഇവിടെ വീണു. ഈ സൈഡില് ഇങ്ങനെ ഈ ടാറിങ്ങിന്റെ കഷ്ണങ്ങൾ ഇവിടെ മെറ്റൽ കിടക്കുമ്പോ അതിൽ ചാടിയിട്ട് 4 ബൈക്കുകാരാണ് ഇന്നലെ വീണത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഇതിൽ കുഴിയിൽ ചാടിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ്സും മറ്റേ ലോറിയും തമ്മില് ഇതെല്ലാം ഇവിടെ നടന്ന ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടും ഇത് വീണ്ടും തുടരെ പട്ടിയുടെ വാല് 12 കാലം കുമ്പത്തിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ തന്നെയാണ്, നീരില്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് NH അധികൃതര് നമ്മളോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൂചനയാണ്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതൊരു സൂചന മാത്രമാണ്. ഇനിയും വലിയ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം ഇതിപ്പോ ഒരു 30ാമത്തെ പ്രാവശ്യമാണ് ഈ NH അധികൃതർ ഇവിടെ അടയ്ക്കാൻ വരുന്നത്. അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ കുഴി വരികയാണ്. നമുക്കറിയാം NH ആളുകളുടെ ജീവൻ വെച്ചിട്ട് മരണക്കണി ഒരുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാ ദിവസവും മഴ മാറുന്ന എല്ലാ ദിവസവും ഇതുപോലെ കുഴിയടയ്ക്കും. മഴ വന്നു കഴിഞ്ഞാൽ ഇത് താഴും. ഇത് നിരന്തരം കരയാമ്പറമ്പ് നാട്ടുകാർ കാണുന്നതാണ്. പൊറുതിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ദയവേത് NH അധികൃതര് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇവിടെ കരയാമ്പറമ്പത്ത് ഇത് ഒരു നിത്യ സംഭവമാണ്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വന്ന് കുഴി മൂടുകയും അന്ന് തന്നെ 1 മണിക്കൂറിന് ശേഷം ആ കുഴി വീണ്ടും വരികയും ചെയ്യും. ഇന്നലെ തന്നെ ഇവിടെ 4 ബൈക്കുകാർ ഉരുണ്ടു വീണു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ അവരുടെ ജീവൻ പൊലിയാതിരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ NH ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതാണ് അധികൃതർ പറയുന്നത്. പക്ഷെ ഇത് സാങ്കേതിക വിദ്യയല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഇതിന് ഇവിടെയുള്ള നിവാസികള് നിരന്തരമായിട്ടുള്ള സമരം കൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ സിഗ്നൽ 2ാമത് പുനഃസ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വിളിച്ചാൽ പോലും NH അധികൃതർ ഫോൺ എടുക്കാത്ത ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു മാറ്റം വരണം. ഈ അവസ്ഥ നമുക്ക് നാട്ടുകാരെ ഇവിടെ വെച്ചു പൊറിപ്പിക്കുന്നതല്ല. ഇത് സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഒരു സൂചനയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ ഇത് എത്രയും പെട്ടെന്ന് NH അധികൃതര് വീണ്ടും ഇത് നിത്യം അടയ്ക്കാതെ, എല്ലാ ദിവസവും അടയ്ക്കാതെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ട് ഇത് ആളുകളുടെ ജീവൻ സുരക്ഷിതത്തിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങള് വലിയൊരു സമരവുമായിട്ട് NH ആയിട്ടോ വലിയൊരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇവിടെ അറിയിക്കുകയാണ്.